എന്റെ വീട്ടിലുള്ള ആൾക്കാർ കയറി ഉണ്ടാക്കി എൻ്റെ ഇടത്തെ കാലില് മടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരു 10 വർഷമായി ഇത്. എന്ത് പറ്റിയിട്ടില്ല? ഒന്നും പറ്റിയിട്ടില്ല, താനെ സംഭവിച്ചു. മടങ്ങില്ല. മടങ്ങുള്ളൂ. ഫുഡ് വെക്കാൻ പറ്റുമായിരുന്നോ? ഈശോ പറഞ്ഞ നന്നായിട്ടാകാൻ കൊടുത്തേ. നന്നായിട്ട് കൊടുത്തു. പിടിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കാര്യം മടക്കി, നന്നായിട്ട് മടക്കി കൊടുത്തേ. ഒന്നുകൂടി ഈശോ പറ, പൈസ ഒന്നുമല്ല. ഇനി നന്നായിട്ട് മടക്കി. ഇനി കൈ കൊണ്ടൊന്ന് പിടിച്ചു നോക്കി. മടങ്ങുന്നുണ്ടോ? ഇത്രയും പോരെ? പിന്നെ എത്ര വേണം? എനിക്ക് അത്ര പിടിക്കാൻ പറ്റുള്ളൂ. നോക്കി ഇത്ര പറ്റുള്ളൂ. അതുപോലെ ഞാൻ മടക്കില്ല ചേട്ടാ, ധൈര്യം ഞാൻ പിടിച്ചിട്ടുണ്ട്. നേരത്തെ കൈ കൊണ്ട് പിടിക്കാൻ പോലും പറ്റാതിരുന്നിട്ട് ഇത്രയും പിടിച്ചിട്ട് ഇത്രയും പോരുന്നു. അത് അത്യാവശ്യം. നേരത്തെ സ്പീഡിൽ നടക്കാതെ പറ്റില്ല. കുഴപ്പമില്ല. കുട്ടു ഓടുന്നതിന് കുട്ടു ധൈര്യം കുട്ടു. ഇനി കാല് മടക്കി ഇരുന്നോ, മടക്കി ഇരുന്നോ ധൈര്യം. ഈശ്വരൻ പറഞ്ഞു ഒന്ന് ഇരുന്ന് നോക്ക്, ചരിഞ്ഞിരുന്ന് നോക്ക്. കാല് മടക്കി വെച്ച് അതെ, കാല് മടക്കി അങ്ങനെ. ഇനി എഴുന്നേറ്റ്, ഇനി ഇരുന്നേ. അത് നിങ്ങളെ പറ്റുന്നുണ്ട്. ഇരുന്നോ? ഇനി എഴുന്നേറ്റ്. ഇത് നന്നായിട്ടൊന്ന് കാര്യം പറഞ്ഞു. അതായത് എല്ലാ ആളെ പോയിട്ടുണ്ട്. ഈശ്വരൻ പറ, പൈസ ഒന്നുമില്ല. ഈശ്വരൻ പറ, ആരും മിസ്സിങ് വാങ്ങിക്കുന്നില്ല. ഈശ്വരൻ പറയാൻ ഇനി കാര്യം അടയ്ക്കണം. വന്നോ? കുറച്ച് എന്റെ കാര്യം മൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് നന്നായിട്ട് കൂടെ. ഈശ്വരൻ കാര്യം കുറഞ്ഞോ? ആദ്യം അതാ പോയി. ഇനിയും കാല് വളയ്ക്ക്, കാല് വളയ്ക്കോ? എത്തിയോ? വന്നു. എനിക്കത് കേട്ടാവും. ചേട്ടന് അത് കാലം മടക്കാതെ അങ്ങനെ ആയിപ്പോയി. ഇത് ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. എത്ര വർഷമായതാ? 10 വർഷത്തോളം. 10 വർഷത്തോളമായതാ. എന്റെ കയ്യിൽ ഒറ്റയടിയിൽ ഇത്രയും മാറിയപ്പോഴാണ് ചേട്ടൻ അത് പോലെ ഓർമ്മിപ്പിക്കുന്നത്. എനിക്കല്ല കർത്താവ്. ഞാൻ വിചാരിച്ചിട്ട് എന്റെ പേരിൽ ഞാൻ മാത്രമേ ഈ ലോകത്തുള്ളൂ. കൂടെ പാതാകുന്ന ടീച്ചറാണ് ചേട്ടൻ. ചേട്ടന്റെ പേരെന്താ? എൻസിലിൻ ബാബു. എൻസിലിൻ ബാബു. എന്റെ പേര്